ഉഷയുടെ അടുത്ത് ഈദ് ആശംസിക്കാൻ വേണ്ടി വന്നപ്പോൾ 2 കാര്യം കൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന്, മാഹിന്ന് അക്ഷരത്തുനിന്ന് ആവേശത്തിലേക്കാണ് വന്ന്. കാരണം എം മുകുന്ദൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ അക്ഷരം സാഹിത്യമാണല്ലോ, ആവേശം സ്പോർട്സുമാണ്. അപ്പൊ സാഹിത്യത്തിൽ നിന്ന് സ്പോർട്സിലേക്കാണ് ഈദ് ആശംസിക്കാൻ വേണ്ടി ഞാൻ എത്തിയിരിക്കുന്നത്. രണ്ടാമതുള്ള എൻ്റെ വലിയ സന്തോഷം പിന്നെ എൻ്റെ പൊന്നാനിക്കാരനാണ് ശ്രീനിവാസൻ, ഉഷയുടെ പ്രിയപ്പെട്ടവൻ എന്നുള്ളതും എനിക്ക് വലിയ സന്തോഷം. അപ്പൊ നമുക്ക് ഈദിനെ പറ്റി സംസാരിക്കാൻ ഒരുപാട് വിഷയം അതുകൊണ്ടുണ്ട്. കാരണം പൊന്നാനി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മുസ്ലിം ഹിന്ദു പിന്നെ കൂട്ടർ വളരെ അടുത്ത് ഈദെല്ലാം എല്ലാവരുടെയും ആഘോഷമാകുന്ന ഒരു നാടാണ്. ഇവിടെ പയ്യോളിയിലും അങ്ങനെ ഒരു സൗഹൃദ ബന്ധമുള്ള ഒരു നാടാണ്. ചോദിക്കാനൊക്കെ ആഗ്രഹിക്കുന്നത്, ഉഷാക്ക് ഇവിടെ ഈദും ഉള്ള കാര്യങ്ങളും പിന്നെ മുസ്ലിം സമുദായത്തിനായിട്ടുള്ള ബന്ധം, അവിടെ പിന്നെ ഈ പെരുന്നാളിൻ്റെ കൂടെ പങ്കുചേരൽ, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് സംസാരിച്ചിരിക്കാം. പൊന്നാനത്തെ കാര്യം ഞാനും പറയാം. ആയിക്കോട്ടെ. ഇവിടെ എന്ന് പറയുമ്പോൾ ശരിക്കും നോയമ്പ് എടുത്തിട്ടുള്ള പിന്നെ എന്താ പറയുക, ഇതിന് വേണ്ടിയിട്ട് നോയമ്പ് എടുക്കുന്നുണ്ടല്ലോ, അതില് ഒട്ടുമിക്ക നോമ്പ് തുറക്കും ഇവിടെ പലയിടത്തും ഞാൻ പോകാറുണ്ട്. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ ഓപ്പോസിറ്റ് ഉള്ള മമ്മോജിയുടെ വീട്ടിൽ പോകാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം പോകുന്ന നമ്മളെ ലുലുക്കാസിന്റെ മൂസാജില്ലേ, അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നോമ്പ് തുറക്കി നമ്മളെ ഈ പയ്യോല് കൊയിലാണ്ടി പരിസര പ്രദേശത്തുള്ള ഒട്ടുമിക്ക പിന്നെ എന്താ പിന്നെ അങ്ങനെയുള്ള എല്ലാ വേണ്ടപ്പെട്ട ആൾക്കാരും മൊത്തം അവിടെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഒരു കൂട്ടായ്മ അവിടെ വേണമെങ്കിൽ കണ്ടാൽ നമുക്ക് എല്ലാവരും കണ്ടുമുട്ടാനുള്ള ഒരു അവസരം, ആഘോഷമാണ്, പരസ്പരം ബന്ധം പുതുക്കാനുള്ള എല്ലാ ഫീൽഡിലുള്ള ആൾക്കാരും ഉണ്ടാവും. ഈ ചെറിയ പെരുന്നാളിന്റെ ഒരു ഉദ്ദേശം തന്നെ സ്നേഹബന്ധങ്ങൾ പുതുക്കുക എന്നൊരു ഉദ്ദേശം കൂടി അതിനുണ്ട്. അതന്നെ. ഇതിന്റെ ഈ നോയമ്പ് എന്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് എടുക്കാറുണ്ട്. അവര് നോയമ്പ് എടുക്കും കൃത്യമായി. ഞാൻ ഇതിപ്പോ ലേശെടുത്ത് തെറ്റിപ്പോയാലും ഇപ്പൊ എന്താ ഞാനൊക്കെ ഇങ്ങനെ കുറെ എനിക്കറിയാം. പിന്നെ പല ആൾക്കാരും ഉണ്ട് ഇതുമാതിരി ശരിക്കും റംസാൻ മാസം മുഴുവൻ നോൽമ്പെടുക്കുന്ന അത് 2 ആത്മീയമായിട്ടുള്ള ഒരു ആവശ്യമായിട്ട് എടുക്കുന്നവരുണ്ട്. ചിലർ വെറുതെ ശരീരമൊക്കെ ഒന്ന് നേർന്നാക്കാൻ അതിന്റെ ശാരീരികമായ പ്രാധാന്യം കണ്ടെടുക്കുന്നുണ്ട്. അപ്പൊ ഈ കായിക രംഗത്തുള്ള അനുഭവങ്ങൾ ഉഷയ്ക്ക് മാത്രമുള്ള സവിശേഷമായിട്ടുള്ളതാണ്. വ്യത്യസ്ത മതസ്ഥരായിട്ടുള്ള പെരുമാറുമ്പോഴും അവരുടെ കാര്യങ്ങൾ പങ്കുവെക്കുന്ന അത് ഉഷയ്ക്ക് മാത്രം പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. പക്ഷെങ്കിലും ഞങ്ങൾ സ്പോർട്സ് ചെയ്യുമ്പോൾ സമയത്ത് എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളും വരുമ്പോൾ എല്ലാവരും ആഘോഷിക്കാറുണ്ട്. ഈവൻ ഇപ്പം ഈദ് വരുന്ന സമയത്ത് ആ ഈദ് ആഘോഷിക്കും. പക്ഷെ ഈ സ്പോർട്സിലുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും കായിക അധ്വാനല്ലേ. അതുകൊണ്ട് തന്നെ ഈ നോയമ്പ് പലപ്പോഴും പ്രയാസം വരും. ചെയ്യണം എന്ന് ആഗ്രഹമൊക്കെ ആൾക്കാർക്കുണ്ട്. പക്ഷെ അത് ചില സമയത്ത് ഈ അധ്വാനത്തിന്റെ പേരിൽ അത് നീട്ടിവെക്കാനുള്ള ഇതുണ്ട്, മതത്തിൽ തന്നെ അതിനുള്ള അനുവാദമുണ്ട്. അപ്പൊ പൊന്നാനി ശരിക്ക് വളരെ ഒരു മതപരമായിട്ട് മതസൗഹാർദ്ദത്തിന്റെയും ആത്മീയതയുടെയും പൊന്നാനി നഗരത്തിന്റെ 1/2 കിലോമീറ്ററിന്റെ അകത്ത് 19 പള്ളിയുണ്ട്. പൊന്നാനി അവന്മാര് മുനിസിപ്പാലിറ്റിയിൽ എത്ര 87 പള്ളിയുണ്ട്, 100 അമ്പലമുണ്ട്. എന്നാലും ഏറ്റവും സൗഹാർദ്ദമുള്ള അങ്ങനത്തെ ഒരു സംസ്കാരം. അതിലേക്ക് ഉഷ പോലുള്ള ആൾക്കാർ ഞങ്ങളെ വധുവായിട്ട് വന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ശ്രീനിവാസന്റെ അടുത്ത് ഞാൻ മംഗലാപുരത്ത് മോന്റെ അടുത്ത് പോയിട്ട് ഇടയ്ക്ക് നിൽക്കും എക്സാം ഒക്കെ ഉള്ളപ്പോ. അപ്പൊ ഞാൻ പറയും പിന്നെ മോന്റെ അടുത്ത് പറയും വാച്ച് നോക്കേണ്ട ആവശ്യമില്ല, കാരണം എപ്പോഴും കൃത്യമായിരിക്കും കൃത്യമായിട്ട് ആ സമയമാകുമ്പോ ശരിക്കും നമുക്ക് അതെല്ലാ സ്ഥലത്തൊന്നും കേൾക്കലില്ല. ഞാൻ എന്റെ വീട്ടിൽ താമസിക്കുമ്പോ തറവാട്ടിൽ താമസിക്കുമ്പോ ഞങ്ങൾക്ക് റോഡ് വക്കിൽ അങ്ങനെ പള്ളിയുണ്ട്. അപ്പൊ അവിടുന്ന് എപ്പോഴും കേൾക്കാം. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലും അത് കേൾക്കാറില്ല. സുഹൃത്തുക്കള് ആയിട്ടുണ്ടോ അടുത്ത സുഹൃത്ത്? എന്റെ വളരെ അടുത്ത സുഹൃത്ത് അവരൊരു ഡോക്ടറാണ്, ആമിന. പിന്നെ കണ്ണൂർ സ്പോർട്സ് സ്കൂൾ എന്റെ ഒപ്പം പഠിച്ചതാണ്. അപ്പൊ അവര് സ്പോർട്സ് കോട്ടയിൽ കൂടിയാണ് മെഡിസിന് കയറിയത്. അവളിപ്പോ താമസിക്കുന്ന കാസർഗോഡാണ്. മോനും ഉണ്ടോ പിന്നെ മറ്റ് സമുദായത്തിലുള്ള ആൾക്കാർ? എന്റെ മകന്റെ റൂംമേറ്റ് യാസിർ എന്ന് പറയുന്നത് ഞങ്ങൾ വന്നപ്പോ അവരുടെ ഫാദറായിരുന്നു സംസാരിച്ചു. ഒരു കുഞ്ഞു മുഹമ്മദ് തൊട്ടൊരു പയ്യനെ ശരിക്കും നാഷണൽ ടീമിന്റെ ക്യാമ്പിലേക്ക് ആക്കി കൊടുത്തത് ഞാനാ. ഒരുപാടുണ്ട്. അബ്ദുള്ള എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ സ്പോർട്സിലുള്ള ഇപ്പൊ CRPF നല്ല പോസ്റ്റിൽ ജോലി ചെയ്യാണ്. അവരൊക്കെ ഇപ്പോഴും സ്നേഹബന്ധം പിന്നെ അവരൊക്കെ ഈദ് ദിവസം നമ്മൾ ഈ സംസാരം കണ്ടിരിക്കുന്നുണ്ട്. അതെ അതെ അതെ, അവരൊക്കെ എപ്പോഴും വിളിക്കുന്നു. അപ്പൊ കാണുകയാണെങ്കിൽ നല്ലതല്ലേ ശരി. ഈദിന്റെ ഒരു അർത്ഥവ്യാപ്തി നമുക്ക് വേണം. പരസ്പരം സൗഹാർദ്ദം, സ്നേഹം, അതോടൊപ്പം തന്നെ സ്ത്രീക്ക് സമത്വവും സ്വാതന്ത്ര്യവും നൽകുന്ന ഇസ്ലാമിൻ്റെ സന്ദേശം ഈ ഈദിൽ കൂടെ സാക്ഷാത്കരിക്കാനും സാധിക്കണം. അതിനും കൂടിയാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ
പ്രവാചകന്റെ ഓർമ്മയുടെ പേരിൽ ഇതിൻ്റെ ഒരു പിന്നെ സമ്മാനമായിട്ട് ഇത് സുഗന്ധമാണ്, നിറയെ സുഗന്ധമാണ്, ഊതും അത്തറുമാണ് ഉള്ളത്. ഇത് വാങ്ങും. മീഡിയ വണ്ണിന്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ. ഇന്ന് ചെറിയ പെരുന്നാൾ ദിവസമാണല്ലോ. മുസ്ലിം സഹോദരങ്ങളൊക്കെ ഈദ് ആഘോഷിക്കുന്നു. മറ്റു മതസ്ഥരും കേരളത്തിൽ അവരുടെ കൂടെ പങ്കുകൊള്ളുന്നു. ആ സമയത്തേക്ക് ബിഷപ്പിൻ്റെ അടുത്ത് വന്ന് ഈ ഈദിൻ്റെ ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് വളരെയധികം സന്തോഷം. വളരെ സന്തോഷമുണ്ട്. ഞാൻ അങ്ങ് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. സാഹിത്യ രംഗത്ത് തനതായ ശൈലിയിലൂടെ പ്രതിഭയിലൂടെ ഞങ്ങളെല്ലാം ആനന്ദിപ്പിച്ച വ്യക്തിയാണ് അങ്ങ്. അതുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യം എന്നെ വളരെ സന്തോഷിപ്പിക്കുകയും അഭിമാനം തോന്നുകയും ചെയ്യുകയാണ്. ഞാൻ അരീക്കോട് സ്വദേശിയാണ്. എൻ്റെ സ്വന്തം ദേശം. ഞാൻ പഠിച്ചതും വളർന്നതെല്ലാം വളരെ ചെറുപ്പം മുതൽ തന്നെ മുസ്ലിം സഹോദരങ്ങളോടൊപ്പം ആയിരുന്നു. അതുകൊണ്ട് ധാരാളം മുസ്ലിം സഹോദരങ്ങൾ എനിക്കുണ്ട്. അവരോടൊപ്പം ധാരാളം പെരുന്നാൾ, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. മുസ്ലിം സഹോദരങ്ങളുടെ കീർത്തനങ്ങളും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മൗലായ ശൊല്ലി വശ ലന്തായ മൻഹവുക ഇതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോഴും ഹൃദയസ്ഥമായിരിക്കുന്നു. അതെ, കൂടെയുള്ള കുട്ടികളെ ഇത് പാടി അവര് പഠിപ്പിച്ചു, ഞങ്ങളെയും പഠിപ്പിക്കുന്നു. സുഹൃത്തുക്കള് അങ്ങനെ അത്ര അധികം സുഹൃത്തുക്കള് എനിക്ക് അന്നുണ്ട്. ഞാൻ അവരൊക്കെ ഇപ്പോഴും എന്റെ അടുത്ത് വരാറുണ്ട്. ഞാൻ അവരുടെ വീടുകൾ ഇപ്പോഴും സജീവമായിട്ട് ആ ബന്ധം നിലനിൽക്കുന്നു. വളരെ എനിക്ക് ഏറ്റവും ആഹ്ലാദം തോന്നുന്നു. ചെറുപ്പകാലത്തെ സുഹൃത്തുക്കളില് രണ്ടുപേര്, ഒരു ബഷീർ, ഒരു അലി, പിന്നെ ഒരു സുരേഷ്. ഈ 3 പേരും എന്റെ മനസ്സിലുള്ളൂ. അതെ, ഒരു ഞങ്ങളുടെ ദേശത്തുള്ളവരുടെ പേര് പോലും സൗഹൃദ വലയത്തിലില്ല. അതിന് പകരം അത് ഞങ്ങൾ ഇപ്പോഴും സൗഹൃദം സൂക്ഷിച്ചു. ഈദ് ദിനത്തിൽ നമ്മൾ പിന്നെ ബിഷപ്പിനെ പോലെയുള്ള ഒരു ആചാര്യന്റെ കൂടെ സംസാരിക്കുമ്പോൾ മതങ്ങൾ തമ്മിലുള്ള മൈത്രി, അതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും ഈ പുണ്യ ദിവസം, അതിനെപ്പറ്റി എന്ത് ചിന്തിക്കാൻ പറ്റും എന്നതിനെ പറ്റിയാണ് ഞാൻ കൂടുതൽ ആലോചിക്കുന്നത്. ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ എല്ലാ മതങ്ങളും സഹോദരത്തോടുകൂടി ജീവിക്കേണ്ടവരാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് നമ്മെ വേദനിപ്പിക്കുകയും ചെയ്യും. എങ്കിലും നമ്മുടെ ആചാര്യനായിട്ട്, ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ, ആചാര്യനായി നാം സ്വീകരിക്കേണ്ടത് മഹാത്മാഗാന്ധിയെ തീർച്ചയായിട്ടും എന്ന് ഞാൻ പലപ്പോഴും കരുതിയിട്ടുണ്ട്. വിഭജനത്തിന്റെ അവസരത്തിൽ കൽക്കട്ടയിൽ ഞാൻ വരണമെങ്കിൽ മുസ്ലിം സഹോദരൻ സൗഹാർദ്ദം ഉണ്ടായിരിക്കണം. അവരുടെ ജീവന് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ സമർപ്പിക്കുവാൻ തയ്യാറായിരിക്കും. അതിനുവേണ്ടി ഞാൻ ജീവൻ സമർപ്പിക്കുമെന്ന് ആ മഹാത്മാവിന്റെ മാതൃക അത് എല്ലാ ഇന്ത്യക്കാരും സ്വീകരിക്കുക. മുസ്ലിം സഹോദരർ ഈദ് ആഘോഷിക്കുന്നു, നമ്മൾ അതിൽ പങ്കുചേരുന്നു എന്നുള്ളത്. നമ്മുടെ സഹോദരങ്ങളെല്ലാം ഒരു ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ, ഒരു ദൈവത്തിന്റെ മക്കൾ, ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ ജീവിക്കുന്ന ഒരു ദിവസം. അത് ഈദുൽ ഫിത്തർ നമുക്ക് നൽകുന്ന ഈ വലിയ ചെറിയ പെരുന്നാളിന്റെ മനോഹരമായ സന്ദേശം നമുക്ക് നൽകുന്നത് വലിയ സന്തോഷമാണ്. മുസ്ലിം സഹോദരങ്ങളുടെ സന്തോഷം അത് എന്റെയും സന്തോഷമായി മാറുകയാണ്. അതെ, അപ്പോൾ ഈ ഒരു ഈദിന്റെ ഒരു ചെറിയ ഉപഹാരമായിട്ട് ഞാൻ കുറച്ച് സുഗന്ധപൂരിതമായ ഒരു ചെറിയ പാരിതോഷികമാണ് തരുന്നത്. ഊതും അത്തറുമാണ്. ഇത് സ്നേഹത്തോടെ ഞാൻ തരുന്നു, വിനയത്തോടെ തരുന്നു, സ്വീകരിച്ചാലും. മീഡിയ വൺ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഈദുൽ ഫിത്തറിൻ്റെ മംഗളാശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. എല്ലാവരെയും ദൈവം കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കട്ടെ. ഇർഷാ അല്ലാഹ്. സിബില്ല, ഞാൻ പിന്നെ താമരശ്ശേരി ബിഷപ്പിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിന് ഈദാശംസകളൊക്കെ നേർന്ന് ഈദിനെ പറ്റി സംസാരിച്ച് വരുന്ന വഴിക്ക് സിബിലിൻ്റെ അടുത്തും കയറാം എന്ന് വിചാരിച്ചു. കാരണം ആത്മീയതയും സംഗീതവും വളരെ അടുത്തടുത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈദിനെ പറ്റി സംഗീത രംഗത്ത് എത്രയോ കാലമായി പ്രവർത്തിക്കുന്ന ഒരു പാട്ടുകാരി എന്ന നിലയ്ക്ക് ഒരുപാട് ഓർമ്മകളുണ്ടാവും. കാരണം പിന്നെ
റംസാനെ പറ്റി ഒക്കെയുള്ള ഗാനങ്ങൾ തന്നെ സിബില്ല പാടിയിട്ടുണ്ട്, ആലപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈദിനെ പറ്റിയിട്ട് ഏറ്റവും സജീവമായിട്ടുള്ള പെരുന്നാൾ ആണല്ലോ ഇന്ന്. അപ്പോൾ പിന്നെ മുസ്ലിം സുഹൃത്തുക്കളുണ്ടാവും, അവരുടെ കൂടെ ഈ പെരുന്നാൾ ദിവസം പങ്കിട്ടതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഓർമ്മകൾ സിബില്ലയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ദിവസം നമ്മൾ ഇതൊക്കെ ആലോചിക്കുന്നത് നമ്മൾക്ക് വളരെ സന്തോഷകരമാവുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും മുസ്ലിം മതവുമായിട്ട് എനിക്ക് വളരെയധികം ബന്ധമുണ്ട്. വളരെ ചെറുപ്പം തൊട്ട് തന്നെ എന്നെ സംഗീത രംഗത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നതും മുസ്ലിം സമുദായത്തിലുള്ളവരാണ്. അങ്ങനെ അവർ തന്നെയാണ് എനിക്ക് കൂടുതൽ പാട്ടുകൾ പറഞ്ഞു തന്നു, പഠിപ്പിച്ചു തന്നു. പിന്നെ പെരുന്നാൾ ഒക്കെ വരുന്ന സമയത്ത് നോമ്പ് തുറക്കാൻ വിളിക്കും, പെരുന്നാൾ ആഘോഷങ്ങൾക്ക് എല്ലാം കൊണ്ടും അവരായിട്ട് അടുത്ത ബന്ധം എനിക്ക് പണ്ട് മുതൽക്കേ ഉണ്ടായിരുന്നു. പിന്നെ കൂടുതൽ ഭക്തിഗാനങ്ങൾ എനിക്ക് പാടാൻ സാധിച്ചിട്ടുണ്ട്, അവസരം കിട്ടിയിട്ടുണ്ട്. ഈദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഒരു നന്മയുടെ, ഒരു വലിയ ആത്മസമർപ്പണത്തിന് ശേഷം ഒരു ആഘോഷത്തിന്റെ, നന്മയുടേതായിട്ടുള്ള ഒരു ആഘോഷത്തിന്റെ ദിവസമാണ്. അപ്പൊ അതിനെപ്പറ്റി നമുക്കൊന്ന് ആലോചിക്കാം. തീർച്ചയായിട്ടും. ഈ ഒരു മാസക്കാലത്തെ, ഈ റംസാൻ മാസം പ്രത്യേകിച്ച് ദൈവമായിട്ട് അടുത്ത ഒരു ബന്ധമാണ് ഉണ്ടാകുന്നത്. പ്രാർത്ഥനയും അതുപോലെ പുണ്യകർമ്മങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും, എല്ലാവരും സ്നേഹിക്കുക, അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്കുമായിട്ട് പങ്കുവെക്കുമ്പോൾ നമ്മൾ അറിയാതെ ശരിക്കും അതും കൂടെ അനുസരിച്ച് പോകും. എല്ലാവർക്കും, മറ്റുള്ള മതങ്ങൾക്ക് കൂടെ ഇതൊരു നല്ലൊരു പ്രചോദനം. അത് ഈ സുദിനത്തിൽ പിന്നെ ഒരു പാട്ട് സുബില്ല ഒന്ന് പാടണം. തീർച്ചയായിട്ടും ഞാൻ നാലുപേരെ പാടാം. എൻ്റെ ആത്മീയ ജീവിതത്തിലും ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. മാനത്ത് മേഘങ്ങൾ പൂന്തൊപ്പി തുന്നുന്നു, പെരുന്നാളിൻ നമ്പിളി ദൂരത്ത് നിൽക്കുന്നു, മഞ്ചാടിക്കൊമ്പത്ത് മൈന കിളി വന്ന് ഈദുൽ ഫിത്തറിൻ്റെ പോരിശ പാടുന്നു, ഈദുൽ ഫിത്തറിൻ്റെ പോരിശ പാടുന്നു. ഇതിൻ്റെ ഒരു പാരിതോഷികമായിട്ട് ഞാൻ പിന്നെ സുഗന്ധം നിറഞ്ഞ ഊതും അത്തറും സമ്മാനിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. മീഡിയ വണ്ണിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. മീഡിയ വണ്ണിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നന്മയുടെയും നേരിൻ്റെയും ഈദാശംസകൾ. മാനത്ത് മേഘങ്ങൾ പൂന്തൊപ്പി തുന്നുന്നു, പെരുന്നാളിൻ നമ്പിളി